പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാറിനും 1000 നന്ദി. എൻ്റെ പേര് സാറ തോമസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാവാലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2019 സെപ്റ്റംബർ മാസമായിരുന്നു. അന്ന് കൃപാസന ഞങ്ങൾ അർത്തിങ്കപ്പള്ളി പോയിട്ട് വരുന്ന വഴിയാണ് കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങളിവിടെ കയറി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി. പിന്നീട് എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അന്ന് 2023 എൻ്റെ അനിയത്തി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞു തന്നു. ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. പക്ഷെ എന്നാലും എനിക്ക് പേടിയായിരുന്നു. ഇത് ഉടമ്പടി വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്നോ. ഞാൻ നേഴ്സായിരുന്നു, അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്നാലും ഉടമ്പടി എടുത്തില്ലായിരുന്നു. എന്നാലും മാതാവിനോട് രൂപം കണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് 2023 ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ICUവിൽ ഒരു ചേച്ചി പേഷ്യനെ കാണാൻ വരികയുണ്ടായി. ആളുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉണ്ടായിരുന്നു. ആൾ വന്ന് മുട്ടുകുത്തി ആ പേഷ്യൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അത് പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാൻ ആളുടെ അടുത്ത് പോയി. ഞാൻ ആളോട് പറഞ്ഞു, ചേച്ചി ഇത്രയും ഭക്തിയുള്ള ചേച്ചിയല്ലേ, എന്നാൽ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുമോ? എനിക്ക് അങ്ങനെ ഉടമ്പടി എടുക്കാനൊന്നും പറ്റുമോ എന്നറിയില്ല. ചേച്ചി പ്രാർത്ഥിക്കുന്ന കൂടെ എനിക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കേ. അന്ന് ചേച്ചി പ്രാർത്ഥിക്കുന്ന വഴി എനിക്ക് വിദേശത്ത് ജോലി കിട്ടുകയും എനിക്ക് എൻ്റെ ഫാമിലിയെ രക്ഷിക്കാനും പറ്റും, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, മോളെ നിനക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, നീ പോയി മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേ, നിനക്ക് കിട്ടും, നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആ കാശുരൂപം എൻ്റെ കയ്യിലൊന്ന് തരുമോ? എനിക്ക് ആ മാതാവിനെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, ആ കാശുരൂപം എൻ്റെ കയ്യിലൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആൾ എൻ്റെ കൈ വെച്ച് ആ കാശുരൂപം തന്നപ്പോഴേക്കിനും എനിക്കത് കുളിര് പോലെ തോന്നി. എന്നിട്ട് ഞാൻ സെപ്റ്റംബർ മാസം വന്ന് സെപ്റ്റംബർ 7 വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു. ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു. ഉടമ്പടി അനുസരിച്ച് ജീവിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഉടമ്പടി എടുത്തല്ലോ, ഉടമ്പടിയിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്, ഉടമ്പടി വസ്തുക്കൾ ക്രമമായി പാലിക്കുന്നുണ്ട്, എങ്കിൽ എനിക്കും കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് പോയി OET എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 2 മൊഡ്യൂൾ എനിക്ക് പാസ്സാകാൻ പറ്റിയുള്ളായിരുന്നു. പിന്നെയാണ് അപ്പം തന്നെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, കൃപാസന മാതാവേ, ഞാൻ ഇനി വന്ന് ഉടമ്പടി പുതുക്കി അങ്ങയുടെ രീതി ഞാൻ ജീവിച്ച് ഉടമ്പടി പാലിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ രണ്ടാമത് OETക്ക് വേണ്ടി ബുക്ക് ചെയ്തു. OET ഞാൻ എക്സാം സെൻ്ററായിട്ട് വന്ന് ബാംഗ്ലൂരിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജനുവരി 27 2023 പോയി എക്സാം എഴുതി. എക്സാം എഴുതുന്നതിൻ്റെ തലേദിവസം ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ജപമാല ചൊല്ലുകയും എനിക്കൊന്നും പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അത് കാരണം ഞാനൊന്നും പഠിച്ചൊന്നുമില്ല. പക്ഷേ ഈ ഉടമ്പടി പത്രം ഞാൻ എന്നും എല്ലാവരുടെയിലും കൊടുക്കുമെങ്കിലും ഞാൻ ആ പത്രം ഇതുവരെയായിട്ടും വായിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ ദിവസം മുഴുവൻ സാക്ഷ്യങ്ങളും അവിടെ ഇരുന്ന് തലേദിവസം മൊത്തം വായിക്കുകയും ചെയ്ത് ഞാൻ ആ എക്സാമിന് വേണ്ടി പോയി. എക്സാമിന് പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം കുരിശ് വരയ്ക്കുകയും ഞങ്ങൾക്ക് ഉടമ്പടി വസ്തുക്കളൊന്നും എക്സാം സെൻറ്ററിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ കാശുരൂപം കൊന്തേക്ക് ഓർക്കുകയും ഒരു ഉപ്പിൻ്റെ ഇച്ചിരി ഞാൻ എൻ്റെ തലയിൽ വെക്കുകയും ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു. അവിടെ ഒരു ചെടിയുടെ ഇടയിലായിട്ട് ഞാൻ ഉപ്പിട്ട് പറഞ്ഞു, മാതാവ് എനിക്കിത് തരണേ, എൻ്റെ കയ്യിൽ ഇനിയും പൈസയൊന്നുമില്ല, എൻ്റെ മാതാവ് എന്നെ കാത്തോളണേന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ മാതാവ് എനിക്ക് ഫെബ്രുവരി 13 എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ആഗ്രഹിച്ചതിനേക്കാൾ ഏറ്റവും നല്ല മാർക്കായിരുന്നു. ഏത് വിഷയത്തിനാണോ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നി അതിനായിരുന്നു ഏറ്റവും മാർക്ക് തന്നത്. അമ്മയ്ക്കും തൃക്കുമാറിനും 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് CBT എന്ന് പറയുന്നൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാൻ UK പോകാൻ വേണ്ടി എനിക്ക് ആഗ്രഹമായിരുന്നു. ഞാൻ 2015 പാസ്പോർട്ട് എടുത്തതാണ്. പക്ഷേ 2023 ഇപ്പോഴും ഞാൻ പോയിട്ടില്ല. അപ്പോഴേക്കിനും ഞാൻ ഒത്തിരി കരഞ്ഞുകൊണ്ട് ഞാനിവിടെ അച്ഛൻ്റെ അടുക്കെ വന്നിട്ട് അച്ഛനെ കാണാൻ എനിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ അച്ഛൻ പാസ്പോർട്ട് പിടിച്ച് മാതാവിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 2025 ആകുമ്പോഴേക്കിനും എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയും, എനിക്ക് ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് എൻ്റെ അമ്മയെ എനിക്ക് പോകാൻ പറ്റണേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പാസ്പോർട്ട് വെഞ്ചരിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിനൊക്കെ പോയത്. അങ്ങനെ ഞാൻ CBT എന്ന് പറയുന്ന അടുത്ത എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു. പക്ഷേ എനിക്കങ്ങനെ പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ICUയിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു.
അങ്ങനെ പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ എക്സാമിന് ഒരാഴ്ച മുമ്പ് കുറച്ചൊക്കെ നോക്കി എക്സാമിന് വേണ്ടി പോയി. അത് ഉടമ്പടിയിൽ ഉപ്പ് ഞാൻ ഒരു ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഇട്ടിട്ട് പോയി, മാതാവ് എനിക്കിത് തരണേ, എന്നെ പാസ്സാക്കി തരണേ, എനിക്കിനി എഴുതാൻ വയ്യ മാതാവേ എന്ന് പറഞ്ഞു പോയി. മാതാവ് എന്നെ അതിലും രക്ഷിച്ചു. അമ്മ എന്നെ പാസ്സാക്കി തന്നു. മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ UK ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു. ഒരു വർഷമായിട്ട് ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഏജൻസികളിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത്, ഒരു വർഷത്തേക്കിനൊന്നും ഇൻ്റർവ്യൂ ഒന്നും നോക്കണ്ട, അതൊന്നും കിട്ടത്തില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എങ്ങനെയും പോകണം, എൻ്റെ ഫാമിലി എനിക്ക് എങ്ങനെയും രക്ഷിക്കണം, എൻ്റെ മാതാവേ എന്നെ കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് ഞാനിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ജൂണിൽ നോർക്ക വഴി ഒരു ഇൻ്റർവ്യൂ നടന്നു. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു, അവരെന്നെ വിളിച്ചില്ലായിരുന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ പോയില്ല. സെക്കൻഡ് ഡേ 3 ദിവസത്തേക്കിനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ പോയി അവിടെ ഇരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എന്തെങ്കിലും വേക്കൻസി ഉണ്ട് എന്നെ വിളിക്കണേ, എനിക്ക് ന്യൂറോ ICUവിൻ്റെ എക്സ്പീരിയൻസ് ആണ്, എന്നെ ഒന്ന് വിളിക്കണേ എന്നാൽ ഞാൻ എല്ലാവരോടും ഈ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഇത്രയും പേര് ഒരു 1000-പരം ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ വെയിറ്റ് ലിസ്റ്റിലും ആൾക്കാരുണ്ട്, പിന്നെ നിങ്ങളെ എങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ 2-ാം ദിവസം ഇത് പറഞ്ഞതുകൊണ്ട് അത് മെയിൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ എൻ്റെ പേര് പേപ്പറിൻ്റെ ലാസ്റ്റ് എഴുതാൻ പോയപ്പോഴേക്കിന് ആ ലാസ്റ്റ് ഇതില്ലായിരുന്നു, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേര് മേളിൽ കയറ്റി എഴുതി, എൻ്റെ ഫോൺ നമ്പരും എഴുതി. പിന്നീട് 3rd ഡേ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പപ്പ പറഞ്ഞു, മോളെ നിൻ്റെ ഈ ഉടമ്പടി തൈലമില്ലേ, നീ ആ ഫയലിന് മേളിൽ കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി, സാക്ഷ്യങ്ങൾ കേട്ടോണ്ടായിരുന്നു പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കിന് എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എന്നെ കാത്തോളണേ, എനിക്ക് തരണേ എന്ന് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ എനിക്ക് തരണേ എന്ന് പറഞ്ഞു, വേറെ ഒരു ഇതുമില്ല, എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഒരു 3:30 വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ആരും വിളിച്ചില്ല. കുറേ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് സെലക്ട് ആയവരുണ്ടായിരുന്നു. അവർ വന്ന് പറഞ്ഞു, ഓൾറെഡി വേക്കൻസി എല്ലാം ഫുള്ളായിട്ടുണ്ട്, ഇനി ആരെയും തന്നെ വിളിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3:30 കഴിഞ്ഞപ്പോഴേക്കിന് എൻ്റെ പേര് പെട്ടെന്ന് തന്നെ വിളിച്ചു, സാറാ തോമസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് എന്നെ കയറ്റിയെങ്കിലും അവിടെ 15 പേരോളം വെയിറ്റിംഗ് ഇരിപ്പുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന അവിടുത്തെ വെയിൽസിലുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ഇനി 2 പേരെയും കൂടെ ഉള്ളൂ, അവസാനത്തെ 2 പേർക്കും കൂടെ ഉള്ളൂ വേക്കൻസി ഉള്ളൂ, ബാക്കി എല്ലാവരും പൊക്കോ. ഞാൻ ലാസ്റ്റായിരുന്നു ഇരുന്നതിൽ. അവർ പറഞ്ഞു, പൊക്കോ, ഇനിയും വേക്കൻസി കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ കണ്ണടച്ച് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് മാതാവിൻ്റെ രൂപമായിരുന്നു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൊച്ചെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ചേച്ചിക്ക് ഏതാ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ന്യൂറോ ICU ആണെന്ന് പറഞ്ഞു. അപ്പോഴേക്കിന് അവർ മെയിൻ ആൾക്കാരോട് പറഞ്ഞു, ഒരാളുണ്ട് ന്യൂറോ ICU എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പെട്ടെന്ന് അവരെന്നോട് പറഞ്ഞു, മോളെ വേഗം വാ, ലാസ്റ്റത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസി ഉണ്ട്, നീ വേഗം വാ എന്ന് പറഞ്ഞു എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്നവർ കൊണ്ടുപോയി. പക്ഷേ ഞാനൊന്നും പ്രിപ്പയർ ആയിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്നെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പോലും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പം ഞാൻ ഇരുന്ന ചെയറിൻ്റെ ഒരു ഭാഗം ഞാൻ ഇച്ചിരി നീങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്കിതെല്ലാം പറഞ്ഞു തരണേ, ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകാതെ വരുന്ന സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൊരു ശക്തി തരണേ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇൻ്റർവ്യൂ എനിക്ക് ഒത്തിരി നല്ലപോലെ പറയാൻ പറ്റി. അങ്ങനെ ഞാൻ സെലക്റ്റായി. പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് നടന്നു, ഒരു 2 മാസം കൊണ്ട് തീർന്നു. ഞാനിപ്പം വെയിൽസിൽ ഓഗസ്റ്റ് 21-ാം തീയതി ഞാൻ വെയിൽസിലോട്ട് പോവുകയാണ്. എൻ്റെ പാസ്പോർട്ടിൽ ആദ്യത്തെ വിസ വന്നത് എൻ്റെ UK, ഞാൻ ആഗ്രഹിച്ച കൺട്രിയുടെ ആയിരുന്നു. UK വിസ വന്നു. ഞാൻ അങ്ങനെ ഓഗസ്റ്റ് 21-ാം തീയതി പോവുകയാണ്. പിന്നീടുള്ള എൻ്റെ ഇതെന്ന് പറയുന്നത്, എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിളിൻ്റെ രോഗസൗഖ്യമാണ്. ആൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾ ഓക്സിജനിൽ എടുത്തുകൊണ്ടിരുന്നതാണ്, വീട്ടിലൊക്കെ ഓക്സിജൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ആൾ അസുഖം കൂടി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒത്തിരി ശ്വാസമുട്ടലും വിശപ്പും കണ്ടു. ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ വിഷമിക്കുന്നതായിട്ട് കണ്ട് ഞാൻ എന്നിട്ട് ഉപ്പുമായിട്ടായിരുന്നു പോയത്. എന്നിട്ട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, അങ്കിള് കഴിക്കേണ്ട കഞ്ഞിക്കകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക, ഈ അസുഖം മാറുമെന്ന് പറഞ്ഞു. ആളതേപോലെ ചെയ്തു. ഇപ്പോൾ ഓക്സിജൻ്റെ ആവശ്യം ആൾക്കില്ല. ആൾ നല്ലപോലെ കുറച്ചേറെ മാറിയിട്ടുണ്ട്.
അതാണ് നാലാമത്തെ എൻ്റെ സാക്ഷ്യം. പിന്നീടുള്ള എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവൾ ഇതേപോലെ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. 3 അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ 3 അറ്റംപ്റ്റും ഫെയിലായി. 4ാമത്തെ എക്സാമിന് വേണ്ടി അവൾ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചി നല്ലപോലെ പ്രാർത്ഥിക്കുന്നില്ല, ചേച്ചി എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. അവൾ അതേപോലെ ചെയ്തു. അവൾ ഇട്ടിട്ട് പോയി. ഉപ്പ് എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് ഇട്ടു. അതനുസരിച്ച് അവൾ റിസൾട്ട് വന്നപ്പം എല്ലാം 3 മൊഡ്യൂളിനെ കിട്ടിയുള്ളായിരുന്നു, ഒരെണ്ണത്തിന് കിട്ടിയില്ലായിരുന്നു. എന്നാലും അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, റിവാലുവേഷന് കൊടുക്കുക, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ റിവാലുവേഷന് കൊടുത്തു. അത് ഫുൾ അവൾക്ക് പാസ്സായി കിട്ടി. അവൾ അങ്ങനെ UK പ്രോസസ്സിങ് തുടങ്ങി. പിന്നീടുള്ള എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് തലവേദന കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. പണ്ട് എപ്പോഴും എൻ്റെ തേങ്ങ തല വീണിട്ട് അങ്ങനെ മുഴച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ആ ഏരിയ എനിക്ക് മരവിപ്പൊക്കെ ഉണ്ടാകുമായിരുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എനിക്ക് തലവേദനയായിട്ട് എനിക്ക് അധികമൊന്നും നോക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ എക്സാമിന് കയറുമ്പോഴോ അതിന് ശേഷമോ എനിക്ക് തലവേദനയുള്ള അസുഖം മാറ്റി തന്ന എൻ്റെ മാതാവ്. പിന്നീടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മായി ആൾക്ക് കടയുണ്ടായിരുന്നു ബോംബെയിൽ. അത് ഒഴിഞ്ഞു മാറി കൊടുക്കുന്നില്ലായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം അവിടെ നടത്തിക്കൊണ്ടിരുന്ന ആൾ ഒഴിഞ്ഞു മാറുന്നില്ലായിരുന്നു, പൈസ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ അമ്മായിക്ക് ഞാൻ ഈ ഉപ്പ് കൊടുത്തതിൻ്റെ ഫലമായി ആൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ 3 മാസത്തിനുള്ളിൽ മാറുമെന്ന് പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് തന്നെ മാറുകയും അവർക്ക് പുതിയൊരാൾക്ക് ആ കട കൊടുക്കാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് തൃക്കുമാരന് 1000 നന്ദി. ഇത് മാത്രമല്ല, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് പറയാനുള്ളൊരു സമയമില്ല. എന്നാലും ഇത്രയേറെ പറയാൻ പറ്റി, ഈ അൽത്താരയിൽ വന്ന് എനിക്ക് പറയാൻ പറ്റിയതിന് ഒത്തിരിയേറെ നന്ദി. കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ നേഴ്സായതുകൊണ്ട് ഞാൻ ICU വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലേശത അനുഭവിക്കുന്നവളും ആളുകളും അച്ഛച്ചമാരെ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പത്രം ഞാൻ അവരുടെ തലയിൽ വെച്ച് തലവണയുടെ അടിയിൽ ഞാൻ വെക്കുമായിരുന്നു. പിന്നെ മരിക്കാൻ പോകുന്ന അവസ്ഥയിലുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഞാൻ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ ആഹാരമൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ പണ്ടൊക്കെ പെട്ടെന്നൊരു കടമ തീർക്കുന്ന പോലായിരുന്നു ജോലി ചെയ്തത്. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി മറ്റുള്ളവനെ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കൊരവസരം കിട്ടി. പിന്നെ ഞാൻ ജപമാല അങ്ങനെ എല്ലാ ദിവസമൊന്നും ചൊല്ലത്തില്ലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കിന് ഭയങ്കര ക്ഷീണമായത് കാരണം ജപമാല ഒന്നും ചൊല്ലത്തുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാവപ്പെട്ടവർ ചിലർക്ക് എന്നെക്കൊണ്ട് എനിക്ക് ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പൈസയായിട്ട് അങ്ങനെ ചിലർക്ക് ഞാൻ പൈസ കൊടുത്തു, ഫുഡ് കഴിക്കാനായിട്ടുള്ള പൈസ കൊടുത്തു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു. സാറ തോമസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള പരീക്ഷകളും അതുപോലെ തന്നെ വിസയുടെ പ്രോസസ്സിങ്ങും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഈ സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലുണ്ടാവുകയും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.